ഇപ്പോൾ കിട്ടിയ വിവരം അനുസരിച്ച് 1500ഓളം കണ്ടെയ്നർ ആദ്യത്തെ ഷിപ്പിൽ മദർ ഷിപ്പിൽ യെസ് എബവ് 3000 വരുന്നതാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൃത്യം ക്വാണ്ടിറ്റി എല്ലാം മെസ്സേജും കൊണ്ട് വരുന്നേ ഉള്ളതാണ്. ഞങ്ങൾ അപ്പം വലിയ ക്വാണ്ടിറ്റിയാണ് വരുന്നത്. നമുക്കൊരു കാരണച്ചടങ്ങിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുക എന്ന രൂപത്തിലാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇല്ല, ഇപ്പം ഇതൊരു ട്രയൽ റൺ മാത്രമാണ്. നമ്മൾ വിപുലമായി കമ്മീഷൻ ചെയ്യുന്ന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന രൂപത്തിലേക്ക് എത്തി. ഇപ്പോൾ ഒരു ട്രയൽ എടുക്കുക മാത്രമല്ല, നമുക്കിതിൽ പറ്റുകയില്ല എന്നുള്ളത് ആദ്യം പരീക്ഷിച്ച് നോക്കുന്നൊരു ഘട്ടമാണ്. ആ സമയത്ത് ഒരു കേന്ദ്രമന്ത്രി നമ്മൾ ക്ഷണിക്കുന്നുണ്ട്, ഷിപ്പിങ്ങിൻ്റെ ചുമതലയുള്ള മന്ത്രി. അദ്ദേഹമാണ് വരേണ്ടത്. നമുക്കിതിൻ്റെ സഹായം എല്ലാം ഭാവിയിൽ ചെയ്തു തരേണ്ടത് ഷിപ്പിംഗ് മന്ത്രാലയമാണ്. അദ്ദേഹം എത്തിച്ചേരാമെന്നാണ് ഇപ്പോൾ അവസാനം കിട്ടിയ സൂചന. ഇല്ല, നേരത്തെ നമ്മൾ ആലോചിച്ചിരുന്ന ഡിസംബറാണ്. നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈം അനുസരിച്ച് 2024 ഡിസംബറിൽ കമ്മീഷൻ ചെയ്യാമെന്ന് ലക്ഷ്യമിട്ടിരുന്നത്. അതേസമയത്ത് വർക്കെല്ലാം വളരെ പുരോഗതിയിൽ നേരത്തെ തീർന്നുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഓണസമ്മാനമായി കൊടുക്കാമെന്നൊരു അഭിപ്രായം പൊതുവെ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവസാന തീരുമാനം എടുക്കാത്തത് ഇപ്പോൾ ട്രയൽ റണ്ണോടെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കൂടുന്ന ബോർഡ് അത് സംബന്ധിച്ച് സമയം പ്രഖ്യാപിക്കും. ഏതായിരുന്നാലും ആദ്യം പറഞ്ഞതനുസരിച്ച് 2024 കമ്മീഷൻ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇല്ല, ട്രയൽ റൺ ഒരു ദിവസത്തെ കാര്യമേ ഉള്ളൂ. ഇപ്പോൾ ആ ഷിപ്പ് വന്നു, ആ ഷിപ്പിൽ നിന്നും നമ്മുടെ കണ്ടെയ്നർ ഇവിടെ അൺലോഡ് ചെയ്യുന്നു, യാർഡിലേക്ക് മാറ്റുന്നു. ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. ഏതാ വരും, ആളുകൾ വരും കാണാൻ വേണ്ടി. ഇപ്പം തന്നെ ആളുകൾ ഇഷ്ടം പോലെ എപ്പോഴാന്ന് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്രമന്ത്രിയെ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ കേട്ടില്ലേ? ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിലെ മന്ത്രിയെ ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം വരും, സംശയമൊന്നുമില്ല. അല്ല, ആദ്യത്തെ ട്രയൽ റൺ കഴിഞ്ഞാൽ പിന്നീട് ഷിപ്പെല്ലാം വരുന്ന കമ്മീഷൻ ചെയ്തതിന് ശേഷമായിരിക്കും. അത്രേ ഉള്ളൂ. അല്ലാതെ തുടർച്ചയായിട്ട് നിങ്ങൾ കാണും. അതിന് ഞാൻ കമ്മീഷൻ ചെയ്യുന്നൊരു വകയല്ലേ. കമ്മീഷൻ ചെയ്തതിന് ശേഷം ഒരു തുറമുഖത്തിൻ്റെ എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചതിന് ശേഷമേ തുടർച്ചയായി ഷിപ്പുകൾ ഇങ്ങനെ വരുന്ന രൂപത്തിലേക്ക് എത്തും. നമ്മുടെ തുറമുഖത്തിനുള്ള പ്രത്യേകത, നമ്മളിപ്പോൾ ഇവിടുന്ന് 10 നോട്ടിക്കൽ മൈലകളെ നമ്മുടെ പ്രധാനപ്പെട്ട മദർഷിപ്പ് എത്തിച്ചേരും. കേരളത്തിൽ ഇങ്ങനൊരു സൗകര്യം വേറെ എവിടെയുമില്ല, ഇന്ത്യയിൽ വേറെ എവിടെയില്ല. അവിടെയാണ് ഇന്ത്യയിലെ നമ്പർ 1 തുറമുഖമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് കൊച്ചിയിൽ പോലും ഏതാണ്ട് 72 നോട്ടിക്കൽ മൈലകൾ മാത്രമേ മദർഷിപ്പ് വരൂ. വിഴിഞ്ഞത്തിനുള്ള ഏറ്റവും വലിയ പ്രാധാന്യം അതാണ്. നമുക്ക് അത്രത്തോളം ആഴമുള്ള കടൽ തീരം ലഭിച്ചിരിക്കുന്നു. ആ പ്രാധാന്യമാണ് മദർഷിപ്പ് എടുക്കുന്നത്. അതാണ് ലോകത്തെ ശ്രദ്ധിക്കപ്പെടുന്ന തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുന്നു എന്ന് നമ്മൾ പറയുന്നതിൻ്റെ കാര്യം അതാണ്. അനുബന്ധ ജോലികളെന്ന് പറയുന്നത് നമ്മൾ 800 മീറ്ററാണ് നമ്മളുടെ കണ്ടെയ്നർ ബെർത്ത്. 400 മീറ്റർ സൗകര്യപ്രദമായി മാറി. 800 തീർന്നെങ്കിലും ബാക്കി അതിൻ്റെ മെയിൻ്റനൻസുകൾ തീരാനുണ്ട്. അതുപോലെ നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റി തീരാനുണ്ട്. അതുപോലെ തന്നെ NH-യുമായുള്ള കണക്ടിവിറ്റിയുടെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സമയമെടുക്കും അത് തീരാൻ. മറ്റേ ഭൂമിയൊക്കെ കയറിയത് തുടങ്ങിയതേ ഉള്ളൂ നമ്മുടെ റെയിൽവേ കണക്ടിവിറ്റി. ഇത്തരം കാര്യങ്ങളെല്ലാം ഈ അനുബന്ധ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ. ഇപ്പോൾ കരയിലേക്ക് വരുന്നുണ്ട്. ഇല്ല, നടത്താൻ വേണ്ടിയുള്ള നീക്കമല്ലേ നടത്തി. രണ്ടും അനുമതി ആയിട്ടില്ല നിങ്ങൾ പറയുന്നത് ശരിയല്ല. കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ കൊടുത്ത കൊങ്കൺ റെയിൽവേ ആണ് എൻ്റെ DPR തയ്യാറാക്കി കൊടുത്തത്. അതിൻ്റെ പരിസ്ഥിതി ആഘാത പഠനം കഴിഞ്ഞു, സാമൂഹ്യ ആഘാത പഠനം കഴിഞ്ഞു, അതിൻ്റെ DPR തയ്യാറാക്കി. ഇപ്പോൾ സെൻട്രൽ റെയിൽവേ അംഗീകാരം തന്നു കഴിഞ്ഞു. അംഗീകാരം തന്നില്ല എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടില്ല. ഞാൻ തന്നു എന്നായി പറഞ്ഞു. രണ്ടാമത് കൊടുത്തു അംഗീകാരം കിട്ടി. ഇല്ല, കമ്മീഷനോട് കൂടി ഏതായിരുന്നാലും നമുക്കിപ്പോൾ NH-യുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ കഴിയാവുന്ന സ്ഥിതിയാണുള്ളത്. റെയിൽവേയുടെ തുരങ്കപാതയാകുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ സമയമെടുക്കും. അത് മിനിമം ടൈം അവർ പറയുന്നത് 2 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് കൊങ്കൺ റെയിൽവേ അഭിപ്രായപ്പെട്ടത്. അത് എത്രത്തോളം നേരത്തെ ആകുമോ അത്രത്തോളം നേരത്തെ ആകും.
റിഗ്നോട് അതിനു മുമ്പ് തന്നെ സാധിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പം ആരംഭിച്ചു കഴിഞ്ഞു. അത് NHന്റെ അനുവാദം വേണമായിരുന്നു. NHന്റെ പ്രതിനിധികളും നമ്മുടെ ചീഫ് സെക്രട്ടറിയും പോർട്ട് സെക്രട്ടറിയും എല്ലാം ഉൾപ്പെടെയുള്ളൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അവർ ഡിസ്കസ് ചെയ്ത് അത് സംബന്ധിച്ച് ഇൻ പ്രിൻസിപ്പൽ അവർ അംഗീകരിച്ചു. അതനുസരിച്ച് അത് മുന്നോട്ട് നീങ്ങുകയാണ്. ഏതോ അതിൽ കുറേ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടു. ഇനിയും അവശേഷിക്കുന്ന പ്രശ്നങ്ങളിൽ ചിലത് ഞങ്ങൾ 12-ാം തീയതി, അതാപ്പോൾ ഒരു കാര്യം ഞങ്ങൾ സംസാരിച്ചത് 12-ാം തീയതി മുമ്പ് നിയമസഭയിൽ അവിടുത്തെ പ്രത്യേക ഹാളിൽ വെച്ച് തന്നെ യോഗം ചേർന്ന് അവശേഷിക്കുന്ന ചില പ്രശ്നങ്ങൾ കൂടി സെറ്റിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ചില കാര്യങ്ങൾ ഫിഷർമെൻ്റെ ഒക്കെ ആലോചിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളും കമ്മീഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കും. ഇല്ല, അവരോട് അസ്വാരസ്യമൊന്നുമില്ല. അവരാ പൂർണ്ണമായിട്ട് ഇതിനകത്ത് സഹായിക്കുകയും സഹകരിക്കുകയും ചില പ്രശ്നങ്ങൾ ഡിസ്പ്യൂട്ട് വന്നോ ചർച്ച ചെയ്ത് പരിഹരിച്ചു. ഇനി അവശേഷിക്കുന്നു ചർച്ച ചെയ്ത് പരിഹരിക്കും. എല്ലാ ദിവസവും ഇങ്ങനെ ഇല്ല നടപ്പാക്കി. അത് നിങ്ങൾ പറയുന്നതല്ലേ. അവരുമായി നേരിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മുൻകൈ എടുത്ത് നടപ്പാക്കാൻ വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. സംസ്ഥാനത്തിൻ്റെ ഹഡ്കോയല്ല, ഞങ്ങളിപ്പോൾ നബാർഡിൻ്റെ എടുക്കാൻ തീരുമാനിച്ചു. നബാർഡ് 8.4 ഇൻട്രസ്റ്റിൽ തരാൻ തീരുമാനിച്ചു. അതെടുക്കാൻ ക്യാബിനറ്റ് അംഗീകാരം. ഇപ്പോൾ നമ്മൾ ആദ്യം 2009 കോടിയാണ് പാസ്സാക്കി. ചിലപ്പോൾ ഇച്ചിരി കൂടി എൻഹാൻസ് ചെയ്യും. അപ്പോൾ ആദ്യം ഹഡ്കോയെ സമീപിച്ചിരുന്നുള്ളത് ശരിയാണ്. ഹഡ്കോയും നബാർഡും തമ്മിലെടുത്തപ്പോൾ പലിശയുടെ റേറ്റ് കുറഞ്ഞു വന്ന് നബാർഡിൻ്റെയാണ്. അപ്പോൾ നബാർഡിന് നമ്മൾ എടുക്കാൻ തീരുമാനിച്ചു. ബഡ്ജറ്റ് എയ്ഡ് ഗ്യാരണ്ടി കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. പിന്നെ കിട്ടാനുള്ളത് സെൻട്രലിൻ്റെ VGF ആണ്. ആ VGF കിട്ടാൻ ഒരു ത്രികക്ഷി കരാറുണ്ട്. ആ കരാർ ഒപ്പിടുന്നത് ഈ ജൂലൈ മാസം അവസാനമായിരിക്കും. ഡേറ്റ് അനൗൺസ് 27-ാം തീയതി ഒപ്പിടും. അപ്പോൾ അതോടുകൂടി 817.84 കോടി രൂപയാണ് VGF കിട്ടേണ്ടത്. അത് ലഭിക്കുന്ന രൂപത്തിലേക്ക്. വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൂടുതലായിട്ട് കപ്പലുകൾ എത്താൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വാർത്ത കൂടുതൽ രാജ്യങ്ങളും കമ്പനികളും ഇതിനെ സമീപിച്ചു എന്നതാണ്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്? അത് സ്വാഭാവികമായിട്ട് വരുമല്ലോ. ഇന്ന രാജ്യമൊന്നുമില്ല. ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന, ഞാൻ തന്നെ ആദ്യത്തെ വാചകം പറഞ്ഞ, ലോകം ഉറ്റുനോക്കുന്നൊരു ഒരു തുറമുഖമാണിത്. ആ തുറമുഖത്തേക്ക് ഇത് കമ്മീഷൻ ചെയ്യുന്ന സാഹചര്യം വരുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് എൻക്വയറികൾ വരും. സംശയമൊന്നും വേണ്ട. അത് പരിഗണിച്ചാണല്ലോ ഇപ്പം നമ്മുടെ കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് ആളുകൾ വന്ന് സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്ന നമ്മൾ കണ്ടു കുറേ ആളുകൾ. അത് വലിയ വലിയ ബിസിനസ്സുകാർ, വലിയ രൂപത്തിലുള്ള വൻകിടക്കാരൊക്കെ വലിയ രൂപത്തിൽ ഫാക്ടറി പണിയാൻ, അല്ലെങ്കിൽ തൊഴിലവസരം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഗോഡൗൺ പണിയാൻ, ഇങ്ങനെ പല രൂപത്തിലാണല്ലോ. ഒരു തുറമുഖം വരുന്നതോടുകൂടി ഇപ്പോൾ നമ്മുടെ അയൽ രാജ്യങ്ങൾ ചിലതൊക്കെ രക്ഷപ്പെട്ട് നമ്മൾ കണ്ടതല്ലേ. എന്നതുപോലെ തന്നെ കേരളത്തിന് വരാൻ പോകുന്ന വൻ സാധ്യത, അതാണ് ഞാൻ ഒരു വാചകത്തിൽ പറഞ്ഞത്. കേരളത്തിൻ്റെ സാമ്പത്തിക, വാണിജ്യ, വ്യാവസായിക, തൊഴിൽ മേഖലയിൽ വൻതോതിലുള്ള പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. അതൊരു സ്വപ്ന പദ്ധതി സാക്ഷാത്കരിക്കപ്പെടുന്ന ഏറ്റവും അഭിമാനകരവും ആഹ്ലാദകരമായ ഒരു നിമിഷം വരുന്നു എന്ന് പറഞ്ഞ കാരണം അതാണ്. അതുകൊണ്ട് വൻ രൂപത്തിലുള്ള നമുക്ക് പുരോഗതി ഉറപ്പാക്കാൻ കഴിയും ഈ യാഥാർത്ഥ്യമാകുമ്പോൾ. ഇതിൻ്റെ അടുത്തത് 2-3 ഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള കാര്യവും ചർച്ച ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ജൂൺ 19 യോഗം ഇവിടെ ചേർന്നിരുന്നു. പൊതുജനാഭിപ്രായം ക്രിയേറ്റ് ചെയ്യാൻ. അതിനു മുമ്പ് തന്നെ ഞങ്ങൾ ഇവിടുത്തെ ജനപ്രതിനിധികളുമായി യോഗം ചേർന്നിരുന്നു. ആ യോഗം പൊതുവെ സമാധാനപരമായി 703 പേരതിൽ പങ്കെടുക്കുകയുണ്ടായി. 110ഓളം അഭിപ്രായങ്ങൾ രേഖപ്പെടുന്ന സാഹചര്യം വന്നു. പൊതുവെ അത് സ്വാഗതാർഹമായ ഒരു നിലപാടായിട്ടാണ് കണ്ടത് 2-3 ഘട്ടങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ 2028 എത്തുമ്പോഴേക്ക് നമുക്കിതിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയുമെന്ന കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് ഇപ്പം ഈ ത്രികക്ഷി കരാറിലേക്ക് ഒപ്പിടണമെങ്കിൽ ആ ആർബിട്രേഷൻ നമ്മൾ വിത്ഡ്രോ ചെയ്യണമായിരുന്നു. അത് സംബന്ധിച്ച നെഗോഷിയേഷൻ നടന്നു. അദാനിയുടെയും ആർബിട്രേഷൻ ഫയൽ ചെയ്തിരുന്നു, നമ്മളും ഫയൽ ചെയ്തിരുന്നു. അത് സംബന്ധിച്ച് 2 കൂട്ടരും ധാരണയായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ത്രികക്ഷി കരാറിൽ ഒപ്പിടാൻ തയ്യാറായി 27-ാം തീയതി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് സ്മൂത്ത് അറ്റ്മോസ്ഫിയറിൽ തീരുകയാണ്.